സംസ്ഥാനത്ത് ചൂടിനൊട്ടും കുറവില്ല. നാളെയും ചൂട് വരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുക. വിവരങ്ങളുമായി അലക്സ് റാം ചേരുന്നു. അലക്സ്, 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചില ജില്ലകൾ ഉയരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കൊടുംചൂടാണ്. ഹാഷ്മി, കൊടുംചൂടിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് പല ജില്ലകളും ചുട്ടുപൊള്ളുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, അതായത് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണ ഈ ജില്ലകളിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചൂട് അത് തൃശ്ശൂരിൽ വെള്ളാനിക്കരയിൽ 37.7, കോട്ടയത്ത് 37.5, പുനലൂരും ആലപ്പുഴയും ഒക്കെ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കഴിഞ്ഞ ദിവസം ചൂട് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല രാത്രി കാലങ്ങളിലും ഈ താപനില ഉയർന്നു തുടരുന്നു എന്നുള്ളതാണ്. രാത്രി താപനിലയും ഉയരുന്നുണ്ട്. നിലവിൽ 28 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ രാത്രി താപനില പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉയർന്ന അന്തരീക്ഷ ആർദ്രത അത് 80% കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. അസ്വസ്ഥമായ അന്തരീക്ഷ സ്ഥിതിക്ക് ഇത് കാരണമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഈ ചൂട് തുടരും. അത് രാത്രി പകലും വ്യത്യാസമില്ലാതെ തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ ജാഗ്രത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഹാഷ്മി, അപ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക. ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുക.